ചാക്കോച്ചൻ തന്നെയാണ് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം തീർച്ചയായിട്ടും ചാക്കോച്ചനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ട്രാഫിക്കിലേക്ക് ഞാൻ വരുമ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് ചാക്കോച്ചനുമായിട്ട്. സോ ഈ സിനിമയുടെ ഡയറക്ടറും ചാക്കോച്ചനും തമ്മിലുള്ള സൗഹൃദത്തിൽ തന്നെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അപ്പോൾ ചാക്കോച്ചൻ അത് എൻ്റെ അടുത്തേക്ക് ഈ സബ്ജക്റ്റ് പറയുകയും ഈ പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ അത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു മാക്സിമം പെർഫോമൻസ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഴിഞ്ഞ പടമാണെങ്കിലും ചാക്കോച്ചനും ദിലീഷും തമ്മിലുള്ളൊരു പടത്തിൽ ചാക്കോച്ചൻ്റെ ഒരു വേറിട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചാക്കോച്ചൻ ആയിക്കോട്ടെ, സജിൻ ആയിക്കോട്ടെ, ജാഫർ കെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു വേറിട്ട ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നന്നായിട്ട് മാക്സിമം ആ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഷു ദിനത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത്. അതായത് സിനിമയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ മാർച്ച് 18-ാം തീയതി മുതൽ സിനിമകൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ആ കൂടെ ഇപ്പോൾ ലാസ്റ്റ് മോഹിനിയാട്ടായിക്കോട്ടെ, വാഴ 2 ആയിക്കോട്ടെ, എല്ലാം ഗംഭീര കളക്ഷനിൽ പോവാണ്. ഇനി ടോവിനോയുടെ പടം ഇറങ്ങുന്നു, കൂടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പം വെക്കേഷൻ ടൈമാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വിഷു ദിനത്തിൽ തന്നെ ഈ സിനിമ കൊണ്ടിറക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. താങ്ക് യു.